ഇനി നമ്മൾ അടുത്ത ഇഡിയംസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ കുറച്ചേറെ ഇഡിയംസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നിപ്പോൾ ബാക്കിയുള്ള ഇഡിയംസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ ഇഡിയംസ്, ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ഇഡിയംസ് ആണ്, നമ്മൾ 25ാമതായിട്ട് പഠിക്കുന്ന ഇഡിയംസ് ആണ്. എഗെയിൻസ്റ്റ് ദി ക്ലോക്ക് എന്നുള്ളതാണ് ഇഡിയം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ആസ് ഫാർ ആസ് പോസിബിൾ ബിഫോർ ദി ഡെഡ് ലൈൻ എന്നുള്ളതാണ്. അതായത് അപ്പം നമുക്ക് ഒരു ഡെഡ് ലൈൻ തന്നിട്ടുണ്ട്, അതായത് ഇന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇത്ര സമയം എന്ന് പറയുന്ന ഒരു ഡെഡ് ലൈൻ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ടൈം തന്നിട്ടുണ്ട്. നമ്മൾ ആ കംപ്ലീറ്റ് ചെയ്യേണ്ട സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് എഗെയിൻസ്റ്റ് ദി ക്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ക്ലോക്കിനെതിരായിട്ട് സഞ്ചരിക്കുക. അതിനർത്ഥം എന്താണ്? നമുക്കൊരു ഡെഡ് ലൈൻ തന്നിട്ടുണ്ട്, ആ ഡെഡ് ലൈനിലാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നിരിക്കട്ടെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ആ ഡെഡ് ലൈനേക്കാളും മുൻപേ വളരെ സ്പീഡിൽ ഈ പറയുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യുന്നു. അതാണ് എഗെയിൻസ്റ്റ് ദി ക്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ക്ലോക്കിനെതിരായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു വർക്ക് 2 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് നമ്മളടുത്ത് പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുവാണ്? എഗെയിൻസ്റ്റ് ദി ക്ലോക്കായിട്ട് ചെയ്യുകയാണ്. അതായത് നമ്മൾ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഈ 2 മണിക്കൂർ എന്നുള്ളത് നമ്മളൊരു 1 മണിക്കൂറിനുള്ളിൽ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? എഗെയിൻസ്റ്റ് ദി ക്ലോക്ക് എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, ആൻ ആപ്പിൾ ഇൻ വൺസ് ഐ എന്നുള്ളതാണ് അടുത്ത ഇഡിയം. ആൻ ആപ്പിൾ ഇൻ വൺസ് ഐ എന്നുള്ളത്, അതായത് വൺ ഹൂ മോസ്റ്റ് ലൈക്ക്, അതായത് ഒരു നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്ന്, അതായത് അതിനെയാണ് നമ്മൾ ആൻ ആപ്പിൾ ഇൻ വൺസ് ഐ എന്ന് പറയുന്നത്. അതായത് ആപ്പിൾ ഇൻ വൺസ് ഐ എന്ന് പറയുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രത്തോളം ഇഷ്ടമുള്ള ഒരെണ്ണം. അതായത് ആപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അത്രമാത്രം ഇഷ്ടമുള്ള ഒരെണ്ണത്തിനെ പറ്റി പറയുമ്പോൾ, അതായത് വൺ ഹൂ മോസ്റ്റ് ലവ്, ഇഷ്ടമുള്ളൊരു വ്യക്തിയെ പറ്റി, ഒരു പേഴ്സൺസിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഇഡിയം ഉപയോഗിക്കാം. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, ക്വിക്സോട്ടിക് എന്ന് പറയുന്നതാണ്. ക്വിക്സോട്ടിക് എന്ന് വെച്ചാൽ എന്താണ്? ഫൂളിഷ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ക്വിക്സോട്ടിക് എന്ന് പറയുന്നത്. അതായത് ക്വിക്സോട്ടിക് എന്ന് പറഞ്ഞാൽ വളരെ ഫൂളിഷ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ക്വിക്സോട്ടിക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, ആൽഫ ആൻഡ് ഒമേഗ എന്നുള്ളതാണ്. അതായത് അതിൻ്റെ മീനിങ് എന്താണ്? ദ ബിഗിനിങ് ആൻഡ് എൻഡ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ആൽഫ ആൻഡ് ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബിഗിനിങ് ആൻഡ് എൻഡ്. അതായത് ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാര്യം തുടങ്ങുന്നു, ഒരു കാര്യം അവസാനിപ്പിക്കുന്നു, അതാണ് ആൽഫ ആൻഡ് ഒമേഗ എന്നുള്ള ഒരു ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നതാണ് അടുത്ത ഇഡിയം. ബേക്കേഴ്സ് ഡസൻ, അതായത് ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ 13 എന്നാണ് ആ ഇഡിയത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. 13 എന്ന് പറയുന്നത് 13. അതായത് ഈ ഡസൻ എന്ന് പറയുമ്പോൾ എന്താണ്? 12 ആണല്ലേ. ബേക്കേഴ്സ് ഡസൻ ആകുമ്പോഴത്തേക്ക് 12ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി എത്രയാണ്? 13 ആണ്. അപ്പോൾ ഇതിന് പിന്നിൽ, ഈ ഒരു ഇഡിയം വരുന്നതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതിൽ നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ എന്ന് പറയുന്നത്, പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർക്ക് ഈ ബേക്കേഴ്സ് എന്ത് ചെയ്യും? ബേക്കേഴ്സ്, അതായത് ഈ കേക്കുകൾ ബേക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ബേക്കേഴ്സ് കേക്കുകൾ ബേക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈക്വലായിട്ട് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 12 എണ്ണം ആണെങ്കിൽ 12 എണ്ണം എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം ഈ ബേക്കേഴ്സ് എന്ത് ചെയ്യാൻ? ബേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ 5 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 5 എണ്ണം ഈക്വലി എല്ലാവർക്കും 5 എണ്ണം കിട്ടണം. അതിൽ ഒന്ന് കൂടിപ്പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യരുത്. ആ രീതിയിൽ വേണം ബേക്കേഴ്സ് കേക്ക് ബേക്ക് ചെയ്ത് കൊടുത്തു വിടാനായിട്ട്, അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കേഴ്സ് എന്ത് ചെയ്യും? ഈ പറയുന്ന എക്സാക്റ്റ് ആയിട്ട് ഇപ്പോൾ 5 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 എണ്ണം അധികം കൊടുക്കും. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, തുല്യമായിട്ട് വീതിക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ. ഇനി 6 എണ്ണം വാങ്ങിക്കാനാണ് ചെല്ലുന്നതെങ്കിൽ 7 എണ്ണം കൊടുക്കും, 1 എണ്ണം എപ്പോഴും അധികമായിട്ട് കൊടുക്കും. അപ്പോൾ ആ പ്രശ്നം എന്ത് ചെയ്യാൻ പറ്റും? പരിഹരിക്കാനായിട്ട് പറ്റും. അതാണ് ബേക്കേഴ്സ് ഡസൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡസൻ എന്ന് വെച്ചാൽ എപ്പോഴും എന്താണ്? 12 എണ്ണമാണ് ഡസൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണം വരും. അപ്പോൾ ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? 12 എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം കൂടി അഡീഷണലി കൊടുക്കും. അപ്പോൾ എത്ര എണ്ണം ആവും? 13 എണ്ണം ആകും. അപ്പോൾ അത് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരുന്നാൽ മതി.
ഇനി നോക്കിയേ, അടുത്തത് അറ്റ് 6s and 7s എന്നുള്ളതാണ്. അതായത് 6s and 7s. അതിൻ്റെ മീനിങ് എന്താണ്? ഇൻ അട്ടർ ഡിസോർഡർ അല്ലെങ്കിൽ കൺഫ്യൂഷനാണ് 6s and 7s എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളടുത്തൊരു കാര്യം പറയുകയാണ്, ഇപ്പോൾ ഒരു സമയത്തിൻ്റെ കേസ് പറയുകയാണ്, ഇത്ര മണിക്ക് എത്തണം എന്ന് പറയുകയാണ്. അയ്യോ 6 7 എത്രയോ മണിക്ക് എത്തണം എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യും? ആ ഒരു കൺഫ്യൂഷൻ ജനറേറ്റ് ചെയ്യും. 6 മണിയാണോ 7 മണിയാണോ? അപ്പം നമുക്കൊരു അതിനിടയിൽ എന്ത് ചെയ്യും? ആ ഒരു കൺഫ്യൂഷൻ ജനറേറ്റ് ചെയ്യും. ഇനി 6 7 പറഞ്ഞത്? അപ്പോൾ അതിനിടയിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇനി 6 7 അതൊരു ആക്ച്വലി 6 മണിയാണോ പറഞ്ഞത് 7 മണിയാണോ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിനകത്തൊരു കൺഫ്യൂഷൻ ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ അതാണ് പറയുന്നത് അറ്റ് 6s എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടർ ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ എന്നാണ് പറയുന്നത്. അടുത്ത ഇടിയും നോക്കിയേ, ആഡ് ഫ്യുവൽ ടു ദി ഫയർ എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതാണ് തീയിൽ എണ്ണയൊഴിക്കുക എന്നത്. ടു വേഴ്സൺ എ സിറ്റുവേഷൻ, അതായത് ഒരു സിറ്റുവേഷൻ കൂടുതൽ വേഴ്സണാക്കി തീർക്കുക, കൂടുതൽ മോശമായിട്ട് തീർക്കുക, അതാണ് ഈ പറയുന്ന ആഡ് ഫ്യുവൽ ടു ദി ഫയർ. അതായത് ഫയർ ഇപ്പം തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് എണ്ണ ഒഴിക്കുക മീൻസ് ആ തീ കുറച്ചുകൂടി ആളിക്കത്തും. അപ്പോൾ ആ സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ആ സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതനുസരിച്ച് ആ സിറ്റുവേഷൻ കൂടുതൽ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഈ പറയുന്ന ആഡ് ഫ്യുവൽ ടു ദി ഫയർ, അതായത് എരിതീയിൽ എണ്ണയൊഴിക്കുക എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നോക്കിയേ, ബ്രേക്ക് ദി ഐസ് എന്നുള്ളതാണ്. ബ്രേക്ക് ദി ഐസ് അതായത് ടു ബ്രേക്ക് ആൻ അൺകംഫർട്ടബിൾ സൈലൻസ് എന്നുള്ളതാണ്. അതായത് നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൈലൻസ് ഉള്ള ഒരു സിറ്റുവേഷനെ ബ്രേക്ക് ചെയ്ത് മോർ കംഫർട്ടബിൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഐസ് ബ്രേക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു സെക്ഷൻ ആരംഭിക്കുന്ന സമയത്തോ ഒക്കെ ഈ പറയുന്ന ഐസ് ബ്രേക്കിംഗ് സെക്ഷൻസുകൾ വെക്കാറുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഐസ് ബ്രേക്കിംഗ് സെക്ഷൻസ് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരുപാട് ഒരു ജോലിയിൽ ഇപ്പോൾ പുതുതായിട്ട് കയറുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെന്ന് വെച്ചു. ഇപ്പോൾ 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവിടെ ഒരു ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ വെക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്പരം അറിയാത്ത 10 പേരാണ് ആ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് അവർക്കിടയിലുള്ള ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സൈലൻസ് ബ്രേക്ക് ചെയ്ത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഐസ് ബ്രേക്കിംഗ് സെക്ഷൻസുകൾ ഇപ്പോൾ ഗ്രൂപ്പായിട്ട് നടത്തുന്ന ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ റിലേറ്റ് ചെയ്താൽ മതി. ബ്രേക്കിംഗ് ദി ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബ്രേക്ക് ആൻ അൺകംഫർട്ടബിൾ സൈലൻസ് എന്നതാണ് മീൻ ചെയ്യുന്നത്. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നുള്ളതാണ്. അതായത് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ എന്നുള്ളതാണ്. അതായത് ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിൽ നിലനിൽക്കുന്നതിനെയാണ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഫിഷിനെ എടുക്കുകയാണ്. സാധാരണഗതിയിൽ ഫിഷ് വാട്ടറിലാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. ഫിഷ് എല്ലാം വാട്ടറിലാണ് കംഫർട്ടബിളായിട്ട് ജീവിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫിഷിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വാട്ടറിന് പുറത്തേക്ക് കൊണ്ടുവരുവാണ്. അതായത് വെള്ളമില്ലാതെ വെള്ളത്തിന് വെളിയിലേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ വെള്ളത്തിന് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് സർവൈവ് ചെയ്യാൻ എന്ത് പറ്റുന്നില്ല, സർവൈവ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതായത് ഒരു സ്ട്രഗിൾ നേരിടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് മരിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ആണ്. അതായത് ആ ഫിഷിനെ നമ്മൾ ജലത്തിന് വെളിയിൽ കൊണ്ടുവരുമ്പോൾ അതൊരു അൺകംഫർട്ടബിൾ പൊസിഷനിലെത്തിയ ഒരു ഫീലിങ്സ് ആണ് അതിനുണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്കിതും റിലേറ്റ് ചെയ്യാം. ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ. ഒരു അൺകംഫർട്ടബിൾ പൊസിഷനിലാകുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇഡിയമാണ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഇഡിയം. ഇനി അടുത്തൊരു ഇഡിയം നോക്കിയേ, ഡച്ച് കറേജ് എന്നുള്ളതാണ്. ഡച്ച് കറേജ്. അപ്പോൾ ഡച്ച് കറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾസ് കറേജ് ആണ്. അതായത് ഒരു തെറ്റായൊരു കറേജ്, അതായത് ഫോൾസ് ആയിട്ടൊരു കറേജ്, ഒരു ധൈര്യമുണ്ട് എന്ന് നമ്മൾ കാണിക്കുകയാണ്. നമുക്ക് ധൈര്യമില്ല, പക്ഷെ നമ്മൾ ഒരു ഫോൾസ് ആയിട്ടുള്ളൊരു കറേജാണ് ഈ പറയുന്ന ഡച്ച് കറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത നോക്കിയേ, എ ഡാർക്ക് ഹോഴ്സ് എന്നുള്ളതാണ് അടുത്ത ഇഡിയം. എ ഡാർക്ക് ഹോഴ്സ് അതിൻ്റെ മീനിങ് എന്താണ്? എ പേഴ്സൺ ഹൂസ് എബിലിറ്റീസ് ആർ ഹിഡൻ ആൻഡ് അൺനോൺ. അതായത് ഒരാളുടെ എബിലിറ്റീസ് ഹിഡൻ ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് എബിലിറ്റി ഉണ്ട്, പക്ഷെ അത് ആരും തന്നെ അറിയുന്നില്ല, പുറത്തറിയുന്നില്ല ആ എബിലിറ്റീസ്, അല്ലെങ്കിൽ അവനുള്ള എബിലിറ്റീസ് എല്ലാം ഹിഡൻ ആയിട്ടിരിക്കുകയാണ്. അതിനെയാണ് എ ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്നത്. അതായത് കറുത്ത കുതിരയായി മുന്നേറുക എന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാം. കറുത്ത കുതിരയായി മുന്നേറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താണ് അവൻ ഡാർക്ക് ഹോഴ്സാണ്, അതായത് അവൻ കഴിവുള്ള ആളാണ്, പക്ഷെ ആ കഴിവുകളൊന്നും ഹിഡനായിട്ട് ഇരിക്കുകയാണ്, അൺനോൺ ആയിട്ട് ഇരിക്കുകയാണ് ആ കഴിവുകളെല്ലാം. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു മത്സരം നടക്കുന്ന സമയത്ത് ആ മത്സരത്തിൽ അയാൾ ഇതുവരെയും അയാളുടെ ടാലൻറ്റുകളൊന്നും പുറത്തെടുത്തിട്ടില്ല, പക്ഷേ ഈ ഒരു മത്സരത്തിൽ അയാളുടെ ടാലൻറ്റുകളെല്ലാം പുറത്തെടുത്ത് എന്ത് ചെയ്യുന്നു, അതിഗംഭീരമായി പെർഫോം ചെയ്ത് ജയിക്കുകയാണ്. അപ്പോൾ ജയിക്കുന്ന സമയത്ത് നമുക്ക് പറയാം അവനൊരു ഡാർക്ക് ഹോഴ്സ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം. കാരണം അവൻ്റെ ടാലൻറ്റുകളെല്ലാം ഹിഡനായിട്ടിരിക്കുകയായിരുന്നു, പക്ഷെ അവൻ നല്ല എബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ അവൻ എന്ത് ചെയ്തു, ഒരു കറുത്ത കുതിരയായി മുന്നേറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഹിഡനായിട്ട് വെച്ചിരുന്ന ടാലൻറ്റുകളെല്ലാം പുറത്ത് കാണിച്ചു, അല്ലെങ്കിൽ ടാലൻറ്റുകളെല്ലാം പ്രകടമാക്കി എന്ന് നമുക്കിത് വെച്ച് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയം നോക്കിയേ. അടുത്ത ഇഡിയം എന്ന് പറയുന്നത് ടു ഷോ ദി വൈറ്റ് ഫെദർ എന്നുള്ളതാണ്. അതായത് ഷോ വൈറ്റ് ഫെദർ കാണിക്കുന്നു, അല്ലെങ്കിൽ ഷോ ദി വൈറ്റ് ഫെദർ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്, ടു ഷോ ഫിയർ എന്നുള്ളതാണ്. അതായത് ഭീരുത്വം കാണിക്കുക, അല്ലെങ്കിൽ ഭീരുവായി പെരുമാറുക, ഭയത്തോടു കൂടി പെരുമാറുക, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ ഷോ ദി വൈറ്റ് ഫെദർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? സാധാരണഗതിയിൽ ഈ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ വെള്ളക്കൊടി, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ വെള്ളച്ചിറകുകൾ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു സമാധാനം എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അത് കൂടുതലും ഒരു കാമായിട്ടിരിക്കുക, ക്വൈറ്റായിട്ടിരിക്കുക എന്നതാണ് അതിന് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ ഫിയറിനെ റിലേറ്റ് ചെയ്യാം. അതായത് ഒരു ഭീരുവായിട്ടിരിക്കുക, സമാധാനമാണ് പക്ഷെ ഒരു ഭീരുത്വം കാണിക്കുക, അതുപോലെ തന്നെ എന്താണ്, ഭീരുവായിട്ട് പെരുമാറുക. അതായത് ഈ പറയുന്ന വൈറ്റ് ഫെദർ എന്നൊക്കെ പറയുമ്പോൾ ഈ ഫെദർ എന്നൊക്കെ പറയുമ്പോൾ വളരെ എന്താണ്, വെയിറ്റ് കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു വസ്തുവാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഭയങ്കര ലൈറ്റായിട്ട് ബിഹേവ് ചെയ്യുക, അതായത് ഭയങ്കര ഭീരുവായിട്ട്, ഭയങ്കര ഭയത്തോടുകൂടി, ഭീരുത്വത്തോടുകൂടി, വളരെ ഫിയറോടുകൂടി പെരുമാറുക എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പറയുന്നത് ടു ഷോ ദി വൈറ്റ് ഫെദർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടു ഷോ ഫിയർ എന്നുള്ളതാണ് ആ ഇഡിയം കൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി അടുത്ത ഇഡിയം നോക്കിയേ. അടുത്ത ഇഡിയം എന്ന് പറയുന്നത് ടേൺഡ് എ ഡഫ് ഇയർ എന്നുള്ളതാണ്. അതായത് ടേൺ എ ഡഫ് ഇയർ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എന്താണ്, റെഫ്യൂസ്ഡ് ടു ലിസൺ എന്ന് പറയുന്നത്. അതായത് ഇത് മലയാളത്തിൽ പറഞ്ഞാൽ കേൾക്കാത്തതുപോലെ ഇരിക്കുന്നു, അത് തന്നെയാണ് അർത്ഥം എന്ന് പറയുന്നത്. ടേൺ എ ഡഫ് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെവി കേൾക്കാൻ പാടില്ലാത്തതുപോലെ ഇരിക്കുന്നു. അപ്പോൾ ചെവി കേൾക്കാൻ പാടില്ലാത്തതുപോലെ ഇരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, റെഫ്യൂസ്ഡ് ടു ലിസൺ, നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാതിരിക്കുക, റെഫ്യൂസ് ചെയ്തിരിക്കുക, നമുക്കത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ഇരിക്കുക. ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുകയാണ്, നമ്മളത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ഇരിക്കുക, അല്ലെങ്കിൽ റെഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക, അതൊക്കെയാണ് ഈ പറയുന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, ടേൺഡ് എ ഡഫ് ഇയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, റെഫ്യൂസ്ഡ് ടു ഇയർ എന്നുള്ളതാണ്. റെഫ്യൂസ്ഡ് ടു ലിസൺ, കേൾക്കാത്തതുപോലെ ഇരിക്കാം. ഇനി അടുത്ത ഇഡിയം നോക്കാം. ആപ്പിൾ പൈ ഓർഡർ എന്നുള്ളതാണ് അടുത്ത ഇഡിയം. അപ്പോൾ ആപ്പിൾ പൈ ഓർഡർ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഓർഡർ എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട്, ഓർഡർലി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ആപ്പിൾ പൈ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആപ്പിൾ പൈ എന്ന് പറയുന്നത് ഒരു ഫുഡ് ഐറ്റമാണ് ആപ്പിൾ പൈ എന്ന് പറയുന്നത്. അതായത് ഈ നമ്മൾ പിസ്സ കഴിക്കുന്ന പോലെ ഈ ആപ്പിൾ പൈ എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു ഓർഡറായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ആപ്പിൾ പൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്പിൾ പൈയുടെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഓർഡേർഡ് ആയിട്ടുള്ള ഒരു വസ്തു എന്നുള്ളതാണ് ആപ്പിൾ പൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഇഡിയം നോക്കിക്കേ. അടുത്തത് കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്നുള്ളതാണ്. അതായത് ഒരുപാട് ഫ്ലൈയിങ് കളേഴ്സുകൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അതായത് ബി ഹൈലി സക്സസ്ഫുൾ എന്നുള്ളതാണ് ഫ്ലൈയിങ് കളേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്, ബി ഹൈലി സക്സസ്ഫുൾ, നല്ല സക്സസ്ഫുൾ ആയിട്ട് മാറുക എന്നുള്ളതാണ് ഈ ഒരു ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇഡിയം നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരുപാട് കളറുമായിട്ട് പറക്കുന്നു എന്നുള്ളത് ആലോചിച്ചാൽ മതി. അതായത് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഒരുപാട് കളറായിട്ട് നമ്മൾ പറക്കുകയാണ്. അതായത് ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് എത്തിച്ചേരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അടുത്തത്
മെയ്ഡൻ സ്പീച്ച് എന്നുള്ളതാണ്. അപ്പോൾ മെയ്ഡൻ സ്പീച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് സ്പീച്ചാണ്, അവൻ്റെ മെയ്ഡൻ സ്പീച്ചാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ് മെയ്ഡൻ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ് ഫസ്റ്റ് സ്പീച്ച്, അവൻ്റെ ഫസ്റ്റ് സ്പീച്ചാണത്, ആദ്യത്തെ പ്രസംഗമാണ് അല്ലെങ്കിൽ സംഭാഷണമാണ് അത് എന്ന് ഉദ്ദേശിക്കാം. ഇനി അടുത്ത് നോക്കിക്കേ, ചിക്കൻ ഹാർട്ടഡ്. ഇത് ഭയങ്കര ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഒരു ഇഡിയമാണ് ചിക്കൻ ഹാർട്ടഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസിലി ഫ്രൈറ്റൻഡ് ആവുന്ന, അല്ലെങ്കിൽ ഫിയർഫുൾ ആവുന്ന, അല്ലെങ്കിൽ കവേർഡ് ആവുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഈ ചിക്കൻ ഹാർട്ടഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ചിക്കൻ ഹാർട്ടഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പെട്ടെന്ന് പേടിക്കുന്ന ഒരവസ്ഥ, അതായത് ഫിയർഫുൾ ആവുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കവേർഡ് ആകുന്ന ഒരു അവസ്ഥ, ഈസിലി ഫ്രൈറ്റൻഡ് ആവുന്ന, പെട്ടെന്ന് നമ്മൾ പേടിക്കുന്ന ഒരവസ്ഥയെ പറ്റി പറയുന്നതാണ് ചിക്കൻ ഹാർട്ടഡ് എന്ന് പറയുന്നത്. ഒരാൾ ചിക്കൻ ഹാർട്ടഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ആ സിറ്റുവേഷനിൽ പെട്ടെന്ന് പേടിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് പേടിക്കുന്നതിനെയാണ് ചിക്കൻ ഹാർട്ടഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ചിക്കൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് കോഴിയെ ഉദ്ദേശിക്കാം. അപ്പോൾ ഈ കോഴി പോലുള്ള ഒരു പക്ഷി, ആ ഒരു പക്ഷികൾ ചെയ്യുന്ന എന്താണ്? നമ്മളൊന്ന് പേടിപ്പിക്കാനായിട്ട് ജസ്റ്റ് ഒരു കല്ലെടുക്കുകയോ അല്ലെങ്കിൽ പേടിപ്പിക്കാനായിട്ട് ഒന്ന് കുനിയുമ്പോഴേ, കല്ലെടുക്കാൻ വേണ്ടി ഒന്ന് കുനിയുമ്പോഴേ അത് എന്ത് ചെയ്യും? പേടിച്ച് ഓടിപ്പോവും അല്ലേ? ഇങ്ങനെയുള്ളത് പേടിച്ച് ഓടിപ്പോവും. നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോഴേ അറിയാം അത് പേടിച്ച് ഓടിപ്പോവും. അപ്പോൾ ചിക്കൻ ഹാർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പേടിക്കുന്ന അല്ലെങ്കിൽ കവേർഡ് എന്നുള്ള അർത്ഥത്തിലാണ് ചിക്കൻ ഹാർട്ടഡ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാം. കല്ലെടുക്കുമ്പോഴേ ഈ പറയുന്ന കോഴികൾ ഓടും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി ചിക്കൻ ഹാർട്ടഡ് എന്ന് ഇഡിയം റിലേറ്റ് ചെയ്യാം. അടുത്ത നോക്കി, ബേൺ ദ ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്നുള്ളതാണ്. അതായത് ടു ട്രൈ ടു ഡു ടു മെനി തിങ്സ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതൊരു വേസ്റ്റേജ് അല്ലേ? ആണ്. അതായത് ബേൺസ് ദി ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്, അതായത് ഒരു ക്യാൻഡിൽ എടുത്ത് രണ്ട് വശവും, അതായത് രണ്ട് എൻഡും നമ്മൾ കത്തിക്കുകയാണ്. അപ്പോൾ കത്തിക്കുകയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ്? വേസ്റ്റേജ് തന്നെയാണ് എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ക്യാൻഡിൽ എടുത്ത് ബോത്ത് എൻഡ് കത്തിച്ചാലും ഒരു എൻഡിൽ കത്തിച്ചാലും കിട്ടേണ്ട എഫക്റ്റ് ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഒരു എൻഡിൽ കൂടി അധികമായിട്ട് കത്തിക്കുമ്പോൾ അവിടെ വേസ്റ്റേജ് ആണ് വരുന്നത്. ഓക്കെ, ക്യാൻഡിൽ വേസ്റ്റേജ് ആണ് അവിടെ വരുന്നത്. അത് തന്നെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഒരുപാട് തിങ്സ് നമ്മൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ആക്ച്വലി അവിടെ വേസ്റ്റേജ് ആണ് സംഭവിക്കുന്നത്. അതാണ് ബേൺ ദ ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത നോക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്ലാക്ക് ഷീപ്പ് എന്നതാണ്. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓഡ് വൺ ഔട്ടാണ് ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഓഡ് വൺ ഔട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലല്ലാത്ത ഒരാളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ബ്ലാക്ക് ഷീപ്പ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പൊതുവേ ബ്ലാക്ക് ഷീപ്പാണ്. അപ്പോൾ ഷീപ്പിൻ്റെ ഒരു എക്സാക്റ്റ് കളറിൽ നിന്ന് മാറി ഒരു ബ്ലാക്ക് കളറിലോട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഇപ്പം വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ ഷീപ്പുകളുണ്ടെങ്കിൽ ആ ഷീപ്പിൽ നിന്ന് മാറി ഒരു ബ്ലാക്ക് കളർ ഷീപ്പ് എന്ന് പറയുമ്പോൾ മറ്റതിൽ നിന്ന് ഒരു ഓഡ് വൺ ആണ് അല്ലേ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അങ്ങനെ റിലേറ്റ് ചെയ്യാം. അപ്പോൾ ഓഡ് വൺ ആണ്. അത് മാത്രമല്ല ബാക്കി ഒരു രീതിയിൽ എല്ലാവരും പെരുമാറുന്നത് പോലെ അല്ലാതെ നല്ല രീതിയിൽ അല്ലാതെ പെരുമാറുന്ന ഒരു വ്യക്തിയെ റെപ്രസെൻറ്റ് ചെയ്യാനും നമുക്ക് എന്തെന്ന് പറയാം? ബ്ലാക്ക് ഷീപ്പാണ്. അവൻ്റെ ബിഹേവിയർ ഒരു ബ്ലാക്ക് ഷീപ്പ് പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലല്ലാത്ത ഒരു ബിഹേവിയർ, ബാക്കിയുള്ളവർ ബിഹേവ് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു നല്ല രീതിയിലല്ലാത്ത ഒരു ബിഹേവിയർ ആണ് അവൻ കാണിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത നോക്കിയേ, അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. അപ്പോൾ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മളൊരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. കുക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കഥ മെനഞ്ഞെടുക്കുക എന്നുള്ളതാണ്, ഒരു സ്റ്റോറി ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു പുളുക്കഥ മെനഞ്ഞെടുക്കുക എന്ന് പറയും. ഇപ്പോൾ ചില
സിറ്റുവേഷനിൽ അവൻ പറഞ്ഞത് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറിയാണ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരിക്കലും നടക്കാത്ത, ഒരിക്കലും ഇല്ലാത്ത ഒരു നുണക്കഥ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു നുണക്കഥ പറയുന്നു, അല്ലെങ്കിൽ നീ ഒരു കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി പറയല്ലേ എന്ന് പറയുമ്പോൾ നീ ഒരു പുളുക്കഥ അടിച്ചിറക്കല്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണഗതിയിൽ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ആ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. അത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ്. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത് ആൻ അൺബിലീവബിൾ സ്റ്റോറി എന്ന് പറയും. ഒരു പുളുക്കഥ, ഒരു കെട്ടുകഥ എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയുന്നതാണ് ഈ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രേസൽ വെർബ് ഈ ഇഡിയം പറയുമ്പോൾ ഒരു സെൻറ്റൻസിൽ ഈ ഇഡിയം കാണും. അപ്പോൾ ആ സെൻറ്റൻസിനനുസരിച്ച് നമുക്ക് താഴെ പറയുന്നവയിൽ നിന്ന് ഇഡിയം തിരഞ്ഞെടുക്കാനായിരിക്കും പറയുന്നത്. ഇനി അതല്ലെങ്കിൽ സ്യൂട്ടബിൾ ഇഡിയത്തിൻ്റെ മീനിങ് എഴുതാനായിരിക്കും ചോദിക്കുന്നത്. അടുത്ത ഇഡിയം നോക്കിയേ, ലയൺ ഹാർട്ടഡ് എന്നുള്ളതാണ്. ലയൺ ഹാർട്ടഡ്, ലയൺ ഹാർട്ടഡ് എന്നുള്ളതാണ്. അതായത് ലയൺ ആവുമ്പോൾ സിംഹത്തിൻ്റെ ഹാർട്ട് ഉള്ളവൻ എന്നുള്ളതാണ്. സിംഹത്തിൻ്റെ ഹൃദയമുള്ളവൻ എന്ന് പറയുമ്പോൾ ധൈര്യമുള്ള ആൾ, അതായത് ഫിയർലെസ് ആയിട്ടുള്ള വ്യക്തി, ധൈര്യമുള്ള വ്യക്തി എന്നുള്ളതാണ്. കറേജസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ഇത് മീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലയൺ ഹാർട്ടഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഇഡിയം നോക്കി, ബീറ്റിംഗ് അറൗണ്ട് ദി ബുഷ് എന്നുള്ളതാണ്. അതായത് ബീറ്റിംഗ് അറൗണ്ട് ദി ബുഷ് എന്നതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവോയ്ഡിങ് ദി മെയിൻ ടോപ്പിക് എന്നുള്ളതാണ്. അതായത് നെവർ കംസ് ടു ദ പോയിന്റ്, അതായത് നമ്മൾ ആ പോയിന്റിലേക്ക് വരുന്നില്ല, അതായത് പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് വഴുതി മാറിപ്പോകുന്നതിനെയാണ് ബീറ്റിംഗ് അറൗണ്ട് ദി ബുഷ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബുഷൊക്കെ ഉള്ള, ഒരുപാട് കുറ്റിച്ചെടികളൊക്കെ ഉള്ളൊരു ഏരിയയിൽ നമ്മൾ ചെന്ന് ആ കുറ്റിച്ചെടിയുടെ മുകളിൽ അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കുറ്റിച്ചെടിക്ക് യാതൊരു വിധത്തിലുള്ള അനക്കവും സംഭവിക്കുന്നില്ല. കാരണം കുറ്റിച്ചെടി നമ്മൾ പുഴുത് കളയുന്നില്ല, മറിച്ച് കുറ്റിച്ചെടി അടിച്ച് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അടിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് നശിക്കുന്നുമില്ല, പക്ഷേ കുറ്റിച്ചെടി അതുപോലെ അവിടെ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, നമ്മളൊരു കാര്യത്തെപ്പറ്റി പറയാനായിട്ട് ശ്രമിക്കുകയാണ്, പക്ഷേ നമ്മളെപ്പോഴൊക്കെയോ ആ മെയിൻ ടോപ്പിക്കിൽ നിന്ന് വഴുതി പോവാണ്. ആക്ച്വലി നമുക്ക് കുറ്റിച്ചെടി പറിച്ചു കളഞ്ഞാലേ അത് പോകത്തുള്ളൂ, അതാണ് മെയിൻ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് വഴിമാറിപ്പോയി ആ കുറ്റിച്ചെടിയെ അടിച്ച് മാത്രം കളയുകയാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് റിലേറ്റ് ചെയ്യേണ്ടത്, പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ വഴിമാറി പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക്, ആ പോയിന്റിലേക്ക് ഒരിക്കലും എത്തിച്ചേരുന്നില്ല എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ബീറ്റിംഗ് അറൗണ്ട് ദി ബുഷ്. റിലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം ഈ ഒരു കോഡ് യൂസ് ചെയ്താൽ മതി. അല്ലാത്ത പക്ഷേ ഈ കോഡൊന്നും യൂസ് ചെയ്യേണ്ട. നമ്മൾ ഈ ഒരു സ്റ്റോറി ഓർക്കേണ്ടത്, ബീറ്റിംഗ് അറൗണ്ട് ദി ബുഷ് എന്ന് പറയുന്നത് ബുഷിൻ്റെ താഴോട്ട് പോവാതെ മുകൾ ഭാഗം മാത്രം നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് എത്തേണ്ട പോയിന്റിലേക്ക് നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, എത്തിച്ചേരാത്ത സിറ്റുവേഷനെ പറ്റി പറയുമ്പോഴാണ് ബീറ്റിംഗ് അറൗണ്ട് ദി ബുഷ് എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കി, എ ബിഗ് ബഗ് എന്നുള്ളതാണ്. അപ്പോൾ ബിഗ് ബഗ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. അതായത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരാളെ പറ്റി പറയുമ്പോഴാണ് ദ ബിഗ് ബഗ് എന്ന് പറയുന്നത്. ബിഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം വളരെ വലുത് എന്നുള്ളത്. അതായത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, ഹീസ് എ ബിഗ് ബഗ് എന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ബിഗ് ബഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എ ബിഗ് ബഗ് എന്ന് ഉപയോഗിക്കാം. ഇനി അടുത്തത് നോക്കിയേ, കൗച്ച് പൊട്ടറ്റോ എന്നുള്ളതാണ്. അപ്പോൾ കൗച്ച് പൊട്ടറ്റോ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ്. കൗച്ച് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്, സമൺ വാച്ച് ടു മച്ച് ടെലിവിഷൻ. അവനൊരു കൗച്ച് പൊട്ടറ്റോ ആണ് എന്ന് വെച്ചാൽ എന്താണ്, അവൻ ഒരുപാട് ടെലിവിഷൻ കാണുന്ന ഒരു വ്യക്തിയാണ്. ഈ കൗച്ച് പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ സമൺ വാച്ച് ടു മച്ച് ടെലിവിഷൻ, ഒരുപാട് ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീസ് എ കൗച്ച് പൊട്ടറ്റോ എന്ന് പറയാനായിട്ട് പറ്റും. ഇനി അടുത്തത് നോക്കിയേ, സ്മെൽ എ റാറ്റ് എന്ന് പറയും. അതായത് ഒരു റാറ്റിൻ്റെ, ഒരു എലിയുടെ സ്മെൽ എവിടെയോ വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് എന്താണ്, സംതിങ് ഓഡ് ഓർ സംതിങ് സസ്പീഷ്യസ് ഓർ സംതിങ് റോങ് എന്നുള്ളതാണ്. എവിടെയോ എന്തോ ഒരു ഫിഷിംഗ് ആയിട്ട് നടക്കുന്നു, അതായത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ എവിടെയോ തെറ്റായി നടക്കുന്നു, അല്ലെങ്കിൽ തെറ്റായി ഉണ്ടായി, അല്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു
തെറ്റായി നടക്കുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് സ്മെൽ എ റാറ്റ് എന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് ഇത് റിലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് ഈ പറയുന്ന എലി ചത്തൊക്കെ കിടക്കുന്ന സമയത്ത് ഒരു സ്മെല്ല് വരാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആ സ്മെല്ലടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ എവിടെയോ എന്തോ റോങ് ആയിട്ട് സംഭവിച്ചു. അതായത് എവിടെയോ ചത്ത് കിടപ്പുണ്ട്, അതായത് എവിടെയോ റോങ് ആയിട്ട് സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ റോങ് ആയിട്ട് എന്തോ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് റിലേറ്റ് ചെയ്യാം. അപ്പോൾ സ്മെല്ല് റാറ്റ് എന്ന് പറയുമ്പോൾ ആ സ്മെല്ലടിക്കുന്നു, അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഭാഗത്ത് എന്തോ റോങ് ആയിട്ട് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തോ സസ്പീഷ്യസ് ആയിട്ട് നടക്കുന്നു എന്നുള്ളത്. അതായത് സംതിങ് ഫിഷിങ് എന്ന് പറയത്തില്ലേ. അപ്പോൾ എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഒരു തെറ്റായ ഒരു കാര്യം നടക്കുന്നു. അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? ആ സ്മെൽ എ റാറ്റ് എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് നോക്കിയേ, ഇനി ഈ ക്ലാസ്സിൽ 50ാമത്തെ ഇഡിയമാണ്. നോക്കിയേ, റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നുള്ളതാണ്. അപ്പോൾ റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ വെരി ഹാർഡ് എന്നുള്ളതാണ്. നന്നായിട്ട് മഴ പെയ്യുന്നു, വളരെ ഹാർഡായിട്ട് മഴ പെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കാനാണ് റെയിൻ വെരി ഹാർഡ് എന്നുള്ളത് കൊണ്ട്, അതായത് റെയിനിങ് ക്യാറ്റ് ആൻഡ് ഡോഗ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതിന് തന്നെ ഉണ്ട് റെയിനിങ് ക്യാറ്റ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിനിങ് മഴ പെയ്യുക, അത് വെച്ച് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും റെയിൻ വെരി ഹാർഡ് എന്നുള്ളത്. അതായത് ഒരു മഴ പെയ്യുന്ന സമയത്ത് ക്യാറ്റും ഡോഗും ഒക്കെ ഓടിപ്പോയി അകത്ത് കയറി ഇരിക്കണമെങ്കിൽ ആ മഴ എന്ന് പറയുന്നത് എന്താണ്? അത്രത്തോളം ഹെവി ആയിട്ടുള്ള ഒരു മഴയായിരിക്കണം. അത്രത്തോളം ഹെവിലി മഴ പെയ്താൽ മാത്രമേ സാധാരണഗതിയിൽ ഈ പറയുന്ന ക്യാറ്റും ഡോഗും ഒക്കെ വീട്ടിനുള്ളിലേക്ക് കയറത്തുള്ളൂ. അല്ലാത്ത പക്ഷം ക്യാറ്റും ഡോഗും ഒക്കെ അത്ര മഴ കുറവാണെങ്കിൽ ആ മഴ എന്ത് ചെയ്യും? നനയുള്ളൂ. ഭയങ്കര ഹെവി ആയിട്ടുള്ള മഴയാണെങ്കിൽ മാത്രമേ ആ ക്യാറ്റും ഡോഗും എന്ത് ചെയ്യത്തുള്ളൂ? ആ മഴ അതിജീവിച്ച് അകത്ത് കയറത്തുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി റെയിനിങ് ക്യാറ്റ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ വെരി ഹാർഡ് എന്നുള്ളത് മീൻ ചെയ്യുന്നത്. അപ്പോൾ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 50 ഇഡിയംസ് ആണ് എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 24 ഇഡിയംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ബാക്കി ഇഡിയംസും കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 50ഓളം ഇഡിയംസ് നമ്മൾ ഈ 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനിയുമുണ്ട് ഇഡിയംസ്, ഒരുപാട് ഇഡിയംസ് ഉണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് ഒരു 10-200 ഇഡിയംസ് എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഇഡിയംസ് എന്ത് ചെയ്യുക? 10-25 ഇഡിയംസേ ഇന്ന് നമ്മൾ നോക്കിയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക, എങ്ങനെയാണ് മീനിങ് എന്നുള്ളത് റിലേറ്റ് ചെയ്യുക.